നമസ്തേ, ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പരിചയപ്പെടുന്നത് 8ാം ക്ലാസ് സുഗമ ഹിന്ദി പരീക്ഷയുമായി ബന്ധപ്പെട്ട റിവിഷൻ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളും ഈ ഒരു ചോദ്യപേപ്പർ നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വേണം കേട്ടോ, എടുത്തിട്ട് അത് പഠിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ എക്സാമിൻ്റെയൊക്കെ ഒരു മോഡൽ വരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ 4 ചാപ്റ്ററാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സൊക്കെ അറിയായിരിക്കും. അപ്പോൾ അതിൻ്റെ നോട്ടുകളും കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുകയാണ്. അപ്പോൾ അതിനുമുമ്പ് ആദ്യം ഓരോ പാഠത്തിൻ്റെയും നോട്ടുകൾ നിങ്ങൾ കോപ്പി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ പതുക്കെ നീക്കാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് അത് കോപ്പി എടുത്ത് അല്ലെങ്കിൽ നോട്ട് എടുത്ത് എഴുതുക. ഓരോ ചോദ്യത്തിൻ്റെയും ആൻസറും ചോദ്യങ്ങളൂടെ കൊടുത്തിട്ടുണ്ട്. റിവിഷൻ ചാപ്റ്ററാണ് ഇതൊക്കെ. ഉസ് മംഗൾവാർക്കയുണ്ട്, ഇന്ദ്രധനുഷിൻ്റെ ചാപ്റ്ററുണ്ട്. പിന്നെ വരുന്നത് ഡോക്ടർ കെ നാം മസ്തൂർ കെ പത്ര. അങ്ങനെ 3 ചാപ്റ്ററാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം പറയുന്നത് ഡോക്ടർ കെ നാം മസ്തൂർ കെ പത്ര. അപ്പോൾ നിങ്ങൾക്ക് ആ ചാപ്റ്ററൊക്കെ അറിയായിരിക്കും അല്ലേ. ഒരു തൊഴിലാളി ഒരു ഡോക്ടറിന് എഴുതുന്ന കത്താണ്. ഹമേ മാലൂം ഹേ അപ്പനി ബിമാരിക്ക കാരണം. നമുക്ക് നമ്മുടെ അസുഖത്തിൻ്റെ കാരണം അറിയാം. അപ്പോൾ ഓരോ തൊഴിലാളികൾക്കും അല്ലെങ്കിൽ ഓരോ പാവപ്പെട്ട ആൾക്കാർക്കും അവരവരുടെ അസുഖത്തിൻ്റെ കാരണങ്ങൾ അറിയായിരിക്കും. പക്ഷേ ദാരിദ്ര്യം കാരണം അവർക്ക് എന്ത് പറ്റുന്നില്ല, ഹോസ്പിറ്റലിൽ പോകാൻ കഴിയുന്നില്ല. കയ്യിൽ കാശില്ലാത്തതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. വഹ ഏക്ക് ചോട്ടാസാ ശബ്ദ ഹേ, ആ വരികൾ പറയുന്നുണ്ട്. ഹമേ മാലൂം ഹേ അപ്പനി ബിമാരിക്ക കാരണം, നമുക്ക് അറിയാം നമ്മുടെ അസുഖത്തിൻ്റെ കാരണം. വഹ ഏക്ക് ചോട്ടാസാ ശബ്ദ ഹേ, അതൊരു ചെറിയ വാക്കാണ്. ജിസേ സബ് ജാനത്തെ, അതെല്ലാവർക്കും അറിയാം. പർ കഹത്താ കോയി നഹി, എന്ത് ചെയ്യുന്നില്ല, ആരും അത് പറയുന്നില്ല. ജബ് ബീമാർ പടുത്തേ ഹേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ തോ ബത്തായ ജാത്ത ഹേ, അപ്പം നമ്മൾ പറയാറുണ്ട് അല്ലേ, സിർഫ് തും ഹി ഹമേ ബച്ചാ സക്തേ ഹോ, എന്താണ് സിർഫ് തും ഹി, അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ, രക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര കിസ് വിധാ കി കവിത ഹേ, ഏത് ടൈപ്പ് രചനയാണ് കവിത? ഇത് അത് എന്താണ്, കവിതയാണ്. അപ്പോൾ ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? കിസ്കി കവിത ഹേ, ആരുടെ കവിതയാണ്? സുമിത്രാനന്ദ പന്തിൻ്റെ ആണോ, ബെർത്തോഡ് ബ്രെക്തിൻ്റെ ആണോ, നരേഷ് സക്സേനയാണോ? ആരുടെയാണ്? ഇപ്പുറത്തെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിൻ്റെ ആൻസർ അടുത്ത പേജിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വരുന്ന ആൻസർ? ബെർത്തോഡ് ബ്രെക്സ്. ഹമേ മാലൂം ഹേ, യഹാ ഹം കോൻ ഹേ, ഞങ്ങൾക്ക് അറിയാം. ഇവിടെ ഞങ്ങൾ ആരാണ് ഞങ്ങൾ? മസ്തൂർ അല്ലേ. അടുത്ത വാസ്തവമേ ബിമാരിക്ക കാരണം ക്യാ ഹേ, വാസ്തവത്തിൽ അസുഖത്തിൻ്റെ കാരണം എന്താണ്? എന്തുകൊണ്ട് അസുഖം വന്നിട്ട് ഇവിടെ പോകാത്തത്? ഗരീബി എന്താണ്? കഷ്ടപ്പാട്, ദാരിദ്ര്യം എന്നൊക്കെ പറയാം. ബിമാരിക്ക സമാനാർത്ഥ ശബ്ദ കോൺസാ ഹേ, ബിമാരിയുടെ സമാനാർത്ഥ മറ്റൊരു പദമാണ് രോഗ്. 5ാമത്തത് ജബ് ബീമാർ പടുത്തേ ഹേ തോ ബത്തായ ജാത്ത ഹേ, നമുക്ക് അസുഖം വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് സിർഫ് തും ഹി ഹമേ ബച്ചാ സക്തേ ഹോ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. യഹാ തും കോൻ ഹേ, ഇവിടെ നിങ്ങൾ ആരാണ്? ഡോക്ടർ അല്ലേ, ഡോക്ടറിന് മാത്രമേ അറിയത്തുള്ളൂ. 6ാമത്തത് തുമാരേ പാസ് ആത്തേ ഹേ ജബ് ബദൻ പർ ബച്ചേ ചീത്തട് खींचकर कान लगाकर सुनते हो तुम हमारे नंगे जिस्मों की आवाज़, खोजते हो कारण शरीर के भीतर, पर अगर एक नज़र शरीर के चितड़ों पर डालो तो वे शायद तुम्हें बता सकेंगे क्या किस पीट जाते हैं हमारे शरीर और कपड़े. അപ്പോൾ एक नज़र शरीर के चितड़ों पर डालो, कथन का मतलब क्या है? എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? ഡോക്ടർ കെ നാം മസ്തൂർ കെ ജീവൻ കാ യഥാർത്ഥ ചിത്ര ദിഖാന ചാത്ത ഹേ, ഇവിടെ രോഗികളുടെ യഥാർത്ഥ ജീവിതമാണ് കവിയുടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മസ്തൂർ കെ ജീവൻ കാ യഥാർത്ഥ ചിത്രം ദിഖാന ചാത്ത ഹേ. 6ാമത്തെ സാരാംശം ഏതാനാണ്? ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര, ആദ്യം പാഠത്തിൻ്റെ പേര് കൊടുക്കുക, പിന്നെ കവിയുടെ പേര്. അപ്പോൾ ഡോക്ടർ കെ നാം മസ്തൂർ കാ പത്ര ബെർത്തോഡ് ബ്രെക്തി की एक कविता है. इसमें कवि ने मजदूरों के जीवन का यथार्थ चित्र प्रस्तुत किया है. किसके बारे में किया है? मजदूरों के जीवन का यथार्थ चित्र प्रस्तुत किया है. मजदूर कहते हैं हमें अपनी बीमारी का कारण मालूम है. मजदूर क्या कहता है? वह कहता है कि हमें अपनी बीमारी का कारण मालूम है. सिर्फ हमें ही नहीं सबको पता है, നമുക്ക് മാത്രമല്ല സാധാരണ എല്ലാവർക്കും അറിയാം. ലേക്കിൻ കോയി कहता नहीं, ആരും എന്ത് ചെയ്യുന്നില്ല, പറയാറില്ല. ജബ് ബീമാർ പടുത്തേ ഹേ, നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പോൾ തബ് ബത്തായ ജാത്ത ഹേ, അപ്പോൾ പറയാറുണ്ട് ഈ കേവൽ ഡോക്ടർ ഹി ഹമേ ബച്ചാ സക്തേ ഹേ, ഞങ്ങളെ ഇനി ആരെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ, രക്ഷിക്കാൻ കഴിയുള്ളൂ? ഡോക്ടറിനും ഭഗവാനും മാത്രമേ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. കവി കാ കഹനാ ഹേ കി എനിക്ക് യഥാർത്ഥ ബിമാരി ഗരീബി ഹെ. അപ്പോൾ കവി പറയുന്നത് ഇവരുടെ യഥാർത്ഥ അസുഖം എന്താണ്? ദാരിദ്ര്യമാണ്.
അതാണ് കവിതയുടെ ആശയം കൂടെ വായിക്കാം. डॉक्टर के नाम मस्तूर का पत्र बर्तोड ब्रेक्ट की एक कविता है. इसमें कवि ने मजदूरों के जीवन का यथार्थ चित्र प्रस्तुत किया है. मजदूर कहते हैं हमें अपनी बीमारी का कारण मालूम है, सिर्फ हमें ही नहीं सबको पता है, लेकिन कोई कहता नहीं है. जब बीमार पड़ते हैं तब बताया जाता है कि केवल डॉक्टर ही हमें बचा सकते हैं. कवि का कहना है इनकी यथार्थ बीमारी गरीबी है. അടുത്ത എട്ടാമത്തത് വരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. डॉक्टर लोग बदन पर बचे फटे पुराने कपड़े खींचकर नंगे जिस्म की आवाज़ सुनते हैं. ये आशय वाली पंक्तियाँ कविता से चुनकर लिखिए. ഈ ആശയം വരുന്ന കവിത ഏതാണ്? तुम्हारे पास आते हैं जब बदन पर बच्चे चीतड़ खींचकर कान लगाकर सुनते हो तुम हमारे नंगे जिस्मों की आवाज़. അടുത്ത നംഗെ ജിസ്മേസിൽ വിശേഷണം, നംഗെ ജിസ്മയിൽ വിശേഷണം വരുന്നത് നംഗെ. അടുത്ത് സംബന്ധ പഹചാനെ സഹി മിലാൻ കരെ. കാലീന് ഗലീച്ച, കുഷക് സൂക്ക, ജിസ്മ് ശരീരം. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഈ ഒരു നോട്ട് ബുക്കിലോട്ട് എഴുതി പഠിക്കുക. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ക്രിസ്മസ് പരീക്ഷയ്ക്കും ആനുവൽ എക്സാമിനും ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത ചാപ്റ്റർ ബാത്തൂസ് മംഗൾവാർക്ക് അടുത്ത വീഡിയോയിൽ നൽകുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നമസ്തേ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് കൊണ്ട് അറിയിക്കുക. ഇത് നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ഓക്കെ, നമസ്തേ.